റഷ്യയുടെ വമ്പൻ മിസൈൽ ആക്രമണം ഇപ്പോൾ യുക്രൈനിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ യുക്രൈൻ അതിനെ വളരെ ഗംഭീരമായി തടുത്തു എന്നും അറിയാൻ സാധിക്കുന്നു. ഇപ്പോഴിതാ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് യുക്രൈനിയൻ എയർഫോഴ്സിൻ്റെ എക്സ് ഹാൻഡിലിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ യുക്രൈൻ റഷ്യൻ മിസൈലുകളെ തകർത്തെറിയുന്ന ദൃശ്യങ്ങളാണ്. പക്ഷേ ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നതാണ്. എന്തായാലും ഇപ്പോഴിതാ യുക്രൈനിയൻ നഗരങ്ങളെ ആക്രമിക്കാൻ റഷ്യൻ വ്യോമസേന പതിവായി ഉപയോഗിക്കുന്ന മിസൈലുകളാണ് അങ്ങോട്ടേക്ക് പറന്നു വന്നത്. ഈ റഷ്യൻ മിസൈൽ ആക്രമണത്തിനിടെ വ്യോമ പ്രതിരോധത്തിനായി ഒരു F-16 പാഞ്ഞു പോകുന്നതിൻ്റെ വീഡിയോയും യുക്രൈൻ വ്യോമസേന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4500 കിലോമീറ്റർ പ്രവർത്തന പരിധിയിലുള്ള താഴ്ന്ന നിരീക്ഷണ യോഗ്യമായിട്ടുള്ള റഷ്യൻ ക്രൂയിസ് മിസൈലായിട്ടുള്ള KH-101 ആയിരിക്കാം വെടിവെക്കാൻ വിമാനം AIM-9L സൈഡ് വൈൻഡർ എയർ ടു എയർ മിസൈൽ വിക്ഷേപിക്കുന്നതും നമുക്കിതിൽ കാണാൻ സാധിക്കും. റഷ്യ നമ്മുടെ പ്രദേശത്ത് നടത്തിയ വൻ ആക്രമണത്തിൽ യുക്രൈനിയൻ വ്യോമസേന പ്രവർത്തിക്കുന്നു. വീഡിയോയിൽ F-16 പൈലറ്റുമാർ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മൊബൈൽ ഫയർ ഗ്രൂപ്പുകൾ, തകർത്ത KH-101 ക്രൂയിസ് മിസൈലുകളുടെ സിംഹഭാഗവും യുക്രൈനിയൻ F-16 പൈലറ്റുമാർക്ക് ക്രെഡിറ്റുകളുണ്ട്. ഇതെല്ലാം പുറത്തു വരുന്നുണ്ട്. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തേക്ക് F-16 യുദ്ധവിമാനങ്ങൾ എത്തിച്ചതിന് ഡെൻമാർക്ക്, നെതർലാൻഡ്, നോർവേ എന്നിവരോടും ഇപ്പോൾ യുക്രൈൻ നന്ദി അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ യുദ്ധത്തിൽ മുഴുവൻ തകർന്നു പോയിരിക്കുകയായിരുന്നു, പക്ഷേ അവിടേക്കാണ് ഈ രാജ്യങ്ങൾ F-16 എത്തിച്ചത്. 2025 സെപ്റ്റംബർ 19-20 രാത്രിയിൽ റഷ്യ യുക്രൈനെതിരെ വലിയ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിൽ 579 ഷാഹെഡ് ടൈപ്പ് ഡ്രോണുകൾ, 40 മിസൈലുകൾ എന്നിവയാണ് അയച്ചത്. അതിനുശേഷമാണ് KH-101 ക്രൂയിസ് മിസൈലുകൾ അയക്കുന്നത്. എന്തായാലും ഈ പ്രതിരോധത്തിൽ യുക്രൈനിയൻ F-16 വിമാനങ്ങൾ നിർണായക പങ്കുവഹിച്ചു എന്ന് യുക്രൈൻ പറയുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണത്തിൽ 32 റഷ്യൻ X-101 ക്രൂയിസ് മിസൈലുകളിൽ 29 എണ്ണവും യുക്രൈൻ വെടിവെച്ച് വീഴ്ത്തിയതായി പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.